തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. മകൾ രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിൻ്റെ ലുക്കൌട്ട് നോട്ടീസാണ് പുറത്തിറക്കിയത്. പ്രേംകുമാർ ക്രൂരനായ ക്രിമിനൽ എന്നാണ് പോലീസ് വിശേഷിപ്പിക്കുന്നത്. കൊലപാതക ശേഷം രക്ഷപ്പെട്ട പ്രേംകുമാറിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? അജിംഷാദ്, ഇന്നലെ ഉച്ചയ്ക്കാണ് പടിയൂരിൽ ഇത്തരത്തിൽ അമ്മയും മകളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. വീടിനകത്തുനിന്ന് ദുർഗന്ധം വമിച്ച സാഹചര്യത്തിൽ നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് കൊല്ലപ്പെട്ട അമ്മയുടെ മറ്റൊരു മകൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മയും മകളും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് ഇന്നലെ തന്നെ എത്തിയിരുന്നു. വിഷയത്തിൽ ഈ സംഭവത്തിൽ രേഖയുടെ ഭർത്താവായിട്ടുള്ള പ്രേംകുമാറിനെയാണ് ആദ്യഘട്ടത്തിൽ സംശയിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നു. ഈ പ്രേംകുമാർ മുമ്പ് തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള വിദ്യയെ ഉദയംപേരൂരിൽ 2019 ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് എന്നാണ് പറയുന്നത്. ഈ രേഖയുമായിട്ട് ഈ പ്രേംകുമാറിന് 4 മാസത്തെ പരിചയമാണുള്ളത്. അങ്ങനെ വിവാഹം കഴിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാർ ഇത്തരത്തിൽ വീട്ടിലെത്തിയിരുന്നെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും സഹോദരി പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രേംകുമാറിനെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പോഴാണ് ഉദയംപേരൂരിൽ ഇത്തരത്തിൽ വലിയൊരു കൊലപാതകം നടത്തി ജാമ്യത്തിലിറങ്ങിയ വ്യക്തിയാണെന്ന കാര്യം പുറത്തു വന്നത്. എന്തായാലും അതിക്രൂരമായിട്ടാണ് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള രേഖയെയും അമ്മ മണിയെയും കൊലപ്പെടുത്താനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് പോലീസിന് ചില നിർണായക സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടിൽ നിന്ന് പരിശോധിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കുറിപ്പ് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരാളൊപ്പം നിൽക്കുന്ന രേഖയുടെ ഒരു ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. ഇവർ ഇനി ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞ ഈ പ്രേംകുമാറിൻ്റെ എന്ന് കരുതപ്പെടുന്ന ഒരു കുറിപ്പും സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രേംകുമാറെ ഇത്തരത്തിൽ 4 ദിവസം മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. എന്തായാലും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അന്വേഷണം, വളരെ കാര്യമായ രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അജിംഷാദ്. തീർച്ചയായും. അത് മാത്രമല്ല, ഈ പ്രേംകുമാറിനായിട്ട് കോട്ടയത്തും അന്വേഷണം ഉണ്ടല്ലോ. തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ചിങ്ങവനം പോലീസിൽ വിവരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഈ പ്രേംകുമാറിൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്. ഇത്തരത്തിൽ ഉദയംപേരൂരിൽ കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ പുതൂർ വന്ന് മറ്റൊരു വിവാഹം കഴിച്ച് ഇവിടെ ജീവിതം ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വീട്ടിലേക്ക്, പ്രേംകുമാറിൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, പ്രേംകുമാറിൻ്റെ വീടുമായി എന്തെങ്കിലും രീതിയിലുള്ള സമ്പർക്കം പുലർത്തുന്നുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോട്ടയത്ത് ചിങ്ങവനത്ത് എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രേംകുമാറിൻ്റെ വീട്ടിലെത്തി അന്വേഷണം നടത്തുന്നത്. എന്തായാലും എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രേംകുമാറിനെ അധികം വൈകാതെ തന്നെ വലയിലാകും എന്ന രീതിയിലുള്ള സൂചനകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ 2019 ഉദയംപേരൂരിലെ കൊലപാതകത്തിന് ശേഷം ഈ പോലീസ് അതിസാഹസികമായിട്ടാണ് പ്രേംകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് പ്രേംകുമാർ ദൃശ്യം സ്റ്റൈലിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നത്. തൻ്റെ മൊബൈൽ ഫോൺ ഉത്തരേന്ത്യയിലേക്കുള്ള ഒരു ട്രെയിനിൽ കയറ്റി അയക്കുകയും അതിനുശേഷം രക്ഷപ്പെട്ട് നടക്കുകയുമായിരുന്നു. അതിസാഹസികമായിട്ടുള്ള പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2019 അയാൾ പിടിയിലായത്. അതിനുശേഷം കോടതി നൽകിയ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഇവിടെയുള്ള ഒരു രേഖയുമായിട്ട് സൗഹൃദത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. ഇപ്പോൾ വീണ്ടും രേഖയും അമ്മയും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായത് ഈ പ്രേംകുമാർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു ക്രൂരനായ കുറ്റവാളി എന്ന് തന്നെയാണ് പറയുന്നത്. നിരന്തരം അക്രമവാസന കാണിക്കുന്ന, അല്ലെങ്കിൽ നിരന്തരം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണം പ്രേംകുമാറിനായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രേംകുമാറിൻ്റെ വീട് നിൽക്കുന്ന, അല്ലെങ്കിൽ സ്വദേശമായിട്ടുള്ള കോട്ടയം ജില്ലയിലും ഇവിടെ നിന്നുള്ള പോലീസ് എത്തി പരിശോധിച്ചിരിക്കുന്നത് അജിംഷാദ്. ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.